ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരും വർത്താനം? ഇന്ന് ഒരു സുഖമില്ലാത്തൊരു ദിവസം കേട്ടോ. കുറച്ച് പനിയൊക്കെ ഉണ്ട്. പനിയാണ് പറഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല. ആ പുറത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ട് കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. അപ്പോൾ എണിച്ചുമ്പോൾ നേരത്തെ പോയി. അപ്പോൾ ഞാൻ എണിച്ചിട്ട് പിന്നെയും വെയ്യാണ്ട് കിടന്നാട്ടോ. അപ്പോൾ ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ട് എനിക്കാ വിചാരിച്ചു. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളും പട്ടിണിയാവും. പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ. പിന്നെ അങ്ങനെയൊക്കെ എണിച്ച് തട്ടിക്കുട്ടി ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ചപ്പാത്തിയും ചായയായിരുന്നു കേട്ടോ. കറിയൊന്നും വയ്യാത്തൊന്നും ഉണ്ടാക്കിയില്ല. ഇനി വന്നിട്ട് വേണം എല്ലാം വെക്കാൻ. അപ്പോൾ കുട്ടന്മാരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ കുട്ടി ടി വിൻ്റെ മുന്നിൽ തന്നെ കടന്ന് കാണണം കേട്ടോ. കുട്ടികളുടെ പരിപാടിയൊക്കെ വലിയ ഇഷ്ടമായിട്ടായിരുന്നു കാണും. ഉമ്മാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളുടെ കൂടെ ഇരുന്ന് കുട്ടികളുടെ പോലെ കാണും. പിന്നെ ഇതാ എല്ലാവരും റെഡിയാക്കി ഞാൻ കൊണ്ടുപോകും കേട്ടോ സ്കൂളിലേക്ക്. വെയ്യാ പറഞ്ഞാൽ നമുക്കൊന്നും കിടക്കാനും കൂടി പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് വേണമ്പോൾ കടയിൽ കയറി 2 ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെയും രണ്ടാമനെയും വന്നു കേട്ടോ. കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ റജിക്കുട്ടിനെ സ്കൂളിലാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫാത്തിമക്കുട്ടിനെയും വിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാന്തള കേട്ടോ കറി മാന്തള വെക്കാമെന്ന് വിചാരിച്ചു. ഉണക്കമീൻ മാന്തളം. അപ്പോൾ ചോറും ഞാൻ വന്നിട്ട് കേട്ടോ വെച്ചത്. ഒക്കെ ഞാൻ വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചപ്പാത്തിയും ചായ കുടിങ്ങിയിട്ട് അങ്ങനെ കുട്ടികളെയും കൊണ്ട് പോയി. വരുമ്പോൾ ക്യാരറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി വെക്കാം, ക്യാരറ്റും മാന്തള കറിയും വെക്കാം. പിന്നെ എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ഇന്നലെ പോയപ്പോൾ ഉമ്മാക്കൊരു പൂളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ഉപ്പേരിയും വെക്കാം, ഉണക്കം മാന്തള കറിയും വെച്ച് ക്യാരറ്റ് ഉപ്പേരിയും വെക്കാം. അപ്പോൾ ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് 2 ഉണ്ടല്ലോ ഉപ്പേരിക്കാൻ മതി. അപ്പോൾ അടിപൊളിയായിട്ടോ. നമ്മുടെ മരച്ചീനി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്കിത് ഇഷ്ടം കേട്ടോ. നല്ല ഉപ്പേരി വെച്ച് കഴിക്കാൻ കട്ടൻ ചായക്ക് ഉച്ചക്കും കഴിക്കാം, വൈകിട്ടും ചായക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ 2 നേരത്തിനും ഇവിടെ അങ്ങനെ ഉണ്ടാക്കി. പൂളക്കിഴങ്ങ് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഉണക്കമാന്തൽ കത്തിരിക്കയും വാഴയ്ക്കൊക്കെ ഇട്ട് പുളി വീട്ടിയിട്ട് മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് അടുപ്പത്താക്കി തേങ്ങയും കൂട്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാവും. പിന്നെ നമ്മൾ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ഭാഗം പേരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിയിൽ നിന്ന് കുറച്ച് പൂളക്കിഴങ്ങ് എടുത്ത് കഴിക്കാൻ വേണ്ടി കഴിക്കുക. അപ്പോൾ നല്ല മോഹൻലാലിൻ്റെ സിനിമ ഇട്ടേക്കണം കേട്ടോ, യോധ. അപ്പോൾ എനിക്ക് മോഹൻലാലിൻ്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ കാണട്ടോ. അങ്ങനെയൊന്നും കാണല്ല, ചിലത് ഇഷ്ടപ്പെട്ട മാത്രം കാണുള്ളൂ കേട്ടോ. അപ്പം പൂളക്കിഴങ്ങ് കഴിച്ചപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാനൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ലേസും കട്ടൻ ചായയും വെച്ചു, അതും കഴിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പത്തിനും നമ്മുടെ റിൻഷിമോൾക്ക് ഉച്ചവരെ ഉള്ളൂ സ്കൂൾ. എക്സാമൊക്കെ തുടങ്ങിയില്ല, ഉച്ചവരെ ഉള്ളൂ സ്കൂൾ. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് അവൾ പെട്ടെന്ന് കയറി വന്നിട്ടാണ്. അപ്പോൾ റിയാസ് ഇല്ലായിരുന്നു. അപ്പോൾ ശരി, റിയാസ്ക്കാർക്ക് ചോറും കൊടുത്ത്. അപ്പോൾ റിൻഷിമോൾ വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പനിയൊക്കെ ഉണ്ടെന്നാലും ഐസ്ക്രീം കണ്ടാൽ കഴിക്കും. അവൾക്ക് മേടിച്ചാട്ടോ. അപ്പോൾ അവൾ അതിനൊന്നും എനിക്കും തന്നു. അപ്പം ഇനി റിയാസ്ക്ക് വന്നപ്പോൾ റിയാസ്ക്കാർക്ക് ചോറും കൊടുത്തു. ഞാൻ പൂളക്കിഴങ്ങും കട്ടൻ ചായയും. ഇനി ചോറ് പിന്നെ കേട്ടോ വയ്ക്കുള്ളൂ, ഇപ്പോഴൊന്നും വയ്ക്കൂല, വയറ് ഫുള്ളായി കഴിച്ചപ്പം. അപ്പോൾ ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. നല്ലൊരു വ്ളോഗായിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.